സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ പ്രജാവിദ്യാഭ്യാസത്തിൻ്റെ ഇന്നും നിലനിൽക്കുന്ന ജീവിക്കുന്ന ഒരു തെളിവാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ഇന്നത്തെ ഒരു ദേശാഭിമാനി പത്രത്തിൽ ഒരു റിപ്പോർട്ടുണ്ട്. 11-ാം പേജിൽ താഴെ വരിയിൽ 4 കോളത്തിലായി വിദ്യാർത്ഥികൾക്ക് ചെറിയ ശിക്ഷയാകാം, അധ്യാപകനെതിരെ ആയ കേസ് റദ്ദാക്കി. കേസ് റദ്ദാക്കിയതിനെക്കുറിച്ചല്ല, അയാളുടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി പ്രദീപ് കുമാറിൻ്റെ വിധിയിൽ പരാമർശിച്ച കുറച്ച് കാര്യങ്ങളാണ്. അദ്ദേഹം തന്നെ വെള്ളക്കാരൻ നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ച് നടപ്പാക്കിയ ഇംഗ്ലീഷ് പ്രജാവിദ്യാഭ്യാസ രീതിയുടെ യഥാർത്ഥ ഇരയാണെന്ന് ബോധ്യമാക്കുന്നത്. പ്രജാവിദ്യാഭ്യാസം എന്നാൽ അതിൻ്റെ അപകടം ഇതുവരെ ഇപ്പോഴും നമ്മളെ ഇടയിൽ 99% ആൾക്കാർക്കും 100% രാഷ്ട്രീയ പാർട്ടികൾക്കും ബോധ്യമായിട്ടില്ല. എങ്കിലും ഈ പ്രജാവിദ്യാഭ്യാസം എന്നത് പ്രജകൾക്കായിട്ടുള്ള വിദ്യാഭ്യാസം. പ്രജ എന്ന് പറഞ്ഞാൽ ആശ്രിതൻ. സർവൻ്റ്. അങ്ങനെ ഉള്ളതാണതെന്ന് അർത്ഥം. അവനൊരു അടിമയാണ്. അടിമയെ പരിശീലിപ്പിക്കാൻ വടി ആവശ്യമാണ്, അല്ലെങ്കിൽ മറ്റു മർദ്ദനമുറകളും ആവശ്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി സി പ്രദീപ് കുമാർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കടന്നു വന്നിട്ടുള്ളതും പരിശീലിച്ചതും ഈ പ്രജാവിദ്യാഭ്യാസമാണ്. പ്രജാവിദ്യാഭ്യാസം ഒരിക്കലും ഒരു പൗരനെ, രാഷ്ട്രപൗരനെ, പരമാധികാര സ്വതന്ത്ര രാജ്യ പൗരനെ വാർത്തെടുക്കാൻ അതിൻ്റെ 4 അയലത്ത് പോലും എത്തില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആ കഴിവിൻ്റെ, അവനുള്ള തനതായ ശേഷികളുടെ, കഴിവുകളുടെ
അതിമനോഹരമായ പരമാവധി വികാസമാണ് ഒരു പ്രജാവിദ്യാഭ്യാസം കൊണ്ട് ഉദിക്കുന്നത്. ഇന്നും ഗാന്ധിജിയെ ഞാൻ ബഹുമാനിക്കുന്നത് ഒരേ ഒരു വാചകം: ഇന്ത്യക്കാരെ അടിമയാക്കിയത് വെള്ളക്കാരനല്ല, ഇംഗ്ലീഷുകാരനല്ല, മറിച്ച് ഈ മഹാപാപത്തിൻ്റെ മുന തിരിയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ്. അദ്ദേഹം അത് 1915 എഴുതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അദ്ദേഹം അവിടെ പരാമർശിച്ചത് ഭൗതികമായ അടിമത്തമല്ല, അത് വാളുകൊണ്ടും തോക്കുകൊണ്ടും ശക്തി കൊണ്ടും നേടാവുന്നതാണ്. നേരെ മറിച്ച് അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഒരു അടിമത്തമുണ്ട്. അതാണ് മാനസിക അടിമത്തം, അല്ലെങ്കിൽ സാംസ്കാരിക അടിമത്തം, ആത്മീയ അടിമത്തം. അതാണ് ഗാന്ധിജി അവിടെ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ ഈ അടിമത്തത്തിൽ നിന്ന് നമ്മൾ എന്നാണ് രക്ഷപ്പെടുക? അങ്ങനെയാണെങ്കിൽ അവിടെ പൗരവിദ്യാഭ്യാസം തുടങ്ങുന്നതോടുകൂടി ഈ വടി സൂക്ഷിക്കാനും അല്ലെങ്കിൽ മർദ്ദനമുറകൾ നടത്താനുമുള്ള ഒരു പോലീസ് ലോക്കപ്പ് മുറിയോ ജയിലോ അല്ല വിദ്യാഭ്യാസ സ്ഥാപനം. ഞാൻ മലപ്പുറത്തെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നപ്പോൾ 2000-ലാണെന്ന് തോന്നുന്നു, കുട്ടികളെ ശാരീരികമായോ മാനസികമായോ സാമൂഹ്യമായോ സാംസ്കാരികമായോ യാതൊരു പീഡനവും പാടില്ല. ക്ലാസ് റൂമിൽ ചൂരൽ കൊണ്ടുവരുന്നത് ഇതിനാൽ നിരോധിച്ചിരിക്കുന്നു എന്നും അവരുടെ പേരിൽ കേസെടുക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഇട്ടു. എന്തായാലും കാരണം നമ്മൾ ഇന്നും പ്രജാവിദ്യാഭ്യാസ രീതി മാറി പൗരവിദ്യാഭ്യാസത്തിലേക്ക് എത്താത്തിടത്തോളം കാലം അത് ഇന്ത്യയിലാകെ വരാൻ കുറച്ച് കാലം പിടിച്ചു. ഒറീസയിലാണ് ആദ്യം അതേപോലുള്ള ഒരു ഓർഡർ, വിദ്യാലയങ്ങളിൽ അടി വേണ്ട എന്ന ഓർഡർ വന്നത്. അത് പിന്നെ കേന്ദ്ര സർക്കാരും അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ അല്ല വിദ്യാഭ്യാസം എന്ന വകുപ്പ് എങ്കിൽ പോലും അത് പല രീതിയിൽ നടത്തിയെന്നർത്ഥം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് പ്രജാവിദ്യാഭ്യാസവും പൗരവിദ്യാഭ്യാസവും എന്താണെന്ന് പോലും മനസ്സിലാക്കുകയോ പ്രജകളായി ജീവിച്ച തങ്ങൾക്ക് പ്രജകളായി കിട്ടിയ പരിശീലനം തന്നെ പൗരന്മാരായ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഉടമകളാണ് പൗരന്മാർ. ഉടമ എന്താണ്, എങ്ങനെയാണ്
പുരോഗതിയിലേക്ക് എത്തണമെന്നും പുരോഗതിയിലേക്ക് കുതിക്കണമെന്നും എന്നൊക്കെ നിശ്ചയിച്ച് സമൂഹത്തെ സേവിക്കാനുള്ള ആളാണ് പൗരൻ. ഒരു ജനാധിപത്യ പരമാധികാര രാഷ്ട്രത്തിൻ്റെ പൗരൻ. അവന് ഇത് മനസ്സിലാക്കി വിളംബരം ചെയ്യാത്തിടത്തോളം കാലം ഇതേപോലുള്ള പൊട്ടന്മാർ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ ഇനിയും ഇങ്ങനെ വിധികൾ പറയും എന്ന് നിങ്ങൾക്ക് ഓർപ്പിക്കാം. എന്തായാലും പ്രജാവിദ്യാഭ്യാസത്തിൽ അടിവേണം. പൗരവിദ്യാഭ്യാസത്തിൽ അതിനേക്കാളിലൊക്കെ ഉദാത്തമായ ഒരു നിലവാരത്തിലാണ് അധ്യാപകനും ഉപാധ്യായനും ഉണ്ടാവേണ്ടത്. ഗുരുവും പോലീസും ഒന്നല്ല. പോലീസുകാരും ജയിലുകാരും ആണ് ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടത്. ആ പണി മഹത്തായ ജോലി ചെയ്യുന്ന രാഷ്ട്രത്തിൻ്റെ ബുദ്ധിവൈഭവം പരിപോഷിപ്പിക്കുന്ന അതിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകൻ്റെതല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊക്കെ എത്ര കാലമെടുക്കും? ഇത്രയും ഞാൻ ഇപ്പോൾ ചോദിക്കണുള്ളൂ. എന്തായാലും അപകോളനീകരണം എന്ന ഒരാശയം രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപകോളനീകരണ വകുപ്പ് അല്ലെങ്കിൽ ഡീകോളൈസേഷൻ വകുപ്പ് എന്നൊന്നുണ്ടാക്കി എങ്ങനെ ഭരണീയരും ഭരണാധികാരികളും തമ്മിലുള്ള അന്തരം കുറച്ച് ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ ആവൃത്തിയിൽ ആകുന്നത് എന്ന് ആലോചിക്കുകയും എല്ലാ മന്ത്രിസഭകളിലും ഒരു അപകോളനീകരണ വകുപ്പ് ഉണ്ടാക്കുകയും അവരുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും ആവിഷ്കരിക്കാനോ പുനഃസൃഷ്ടിക്കാനോ വേണ്ടത് എന്ന് ചെയ്യുന്നോ അന്നേ ലോകം നന്നാവുള്ളൂ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അന്നേ ഇന്ത്യ ആ കൊളോണിയൽ മുഖത്തുനിന്ന് മാറാൻ തുടങ്ങുള്ളൂ. അന്നേ ഇന്ത്യ പഴയ അതിൻ്റെ പ്രതാപത്തിലെത്തുള്ളൂ. ചൈനയുമായി മത്സരിക്കാനെങ്കിലും തുടങ്ങാൻ അർഹത നേടും. അവരെ പഞ്ഞൊന്നും ചെയ്യാൻ പറ്റുന്നതില്ല, അഭിപ്രായമില്ല. എന്നാലും ഇത്രേ പറയുന്നുള്ളൂ. നിർത്തുന്നു. ജയ് ഹിന്ദ്.